ദിവ്യ മറിക്ക് മറിക്ക് മറിക്ക്. മമ്മി മമ്മിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? ആ മമ്മീന് അത്ര വിശ്വാസം പോരാ. മമ്മി കഴിഞ്ഞ ദിവസം സൈക്കിളിലോട്ട് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. സ്കൂട്ടർ ഓടിക്കാനൊക്കെ എനിക്കറിയാം. വണ്ടി ഓടിക്കാൻ പഠിക്കണ മുമ്പ് ആദ്യം ലേണേഴ്സ് എടുക്കണം എന്നറിയാവോ? ലേണേഴ്സ് എടുത്ത് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. പക്ഷെ ബൈക്കിന് എടുത്തില്ല കേട്ടോ, 2 വീലറിനില്ലായിരുന്നു. എന്നിട്ട് അതില്ലാണ്ട് മമ്മി പോയി. ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും പ്രശ്നമാവും കേട്ടോ. നീ പറഞ്ഞേക്കല്ലോ ഒന്നും. ഗണേഷ് കുമാർ വരെ ഓടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് ലൈസൻസ് കിട്ടണമെന്ന്. അതെയോ? അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിപ്പോ ഓടിച്ചത്. അതാട്ടോ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണോ? ഒന്ന് മാറിക്കൊന്ന് വട്ടം കറക്കി ഞാൻ ഓടി വരാം. ലേണേഴ്സ് ഉണ്ടോ? ഹെൽമെറ്റ് വേണ്ടേ? ഹെൽമെറ്റും ഒക്കെ വേണം. ഇതിപ്പോ നമ്മുടെ മുറ്റത്തോടെ ഒന്ന് പയ്യെ നമ്മുടെ മുറ്റത്താണെങ്കിലും വീണ് കഴിഞ്ഞാല് പ്രശ്നമാവൂലേ? അങ്ങനെ മമ്മിയുടെ വളരെ നാളത്തെ ആഗ്രഹമാണ് സ്കൂട്ടർ ഒന്ന് ഓടിക്കണം. മമ്മി സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന മമ്മിയാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളുകളായിട്ട് മമ്മിയൊന്നും വണ്ടി എടുക്കാണ്ടായിട്ട് മമ്മിക്ക് ഓടിച്ച് പഠിക്കുകയാണ്. എൻ്റെ സൈക്കിൾ പോലെയല്ലോ മമ്മിക്ക്, ഏകദേശം എന്തൊക്കെയോ ഒരു ബാലൻസ് ഉണ്ട് മമ്മിക്ക്. ദിവ്യ നീ നോക്കി ശ്രദ്ധിച്ച് നടന്നോണം. റോഡിൽ നടക്കുന്ന പോലെയല്ല, വീടിൻ്റെ മുറ്റത്ത് മമ്മിയോടെ വണ്ടി ഓടിക്കുന്നതിന് മുന്നിൽ പോയി നിന്നേക്കരുത് കേട്ടോ. മമ്മി ഇതങ്ങോട്ട് പോണേ? പട്ടിക്കൂട്ടിലേക്കോ? ആ പോരെ പോരെ. മഴ പെയ്യുന്നുണ്ടല്ലോ. കണ്ണാടിയിൽ വൈപ്പർ വേണോ? അമ്മി ലൈറ്റ് ഒക്കെ ഇട്ട് ഓടിക്കുമേ, ഇരുട്ടല്ലേ? കാല് പൊക്കോ? കാല് പൊക്കോ? ആ എങ്ങനെയുണ്ട്? കോൺഫിഡൻ്റ് ആയോ ഓടിക്കാൻ? ഇന്നാള് എന്നാ ഡേറ്റും സമയമൊക്കെ പറഞ്ഞോ? അവർക്കാകുമ്പോ അപ്പൊ കേസെടുക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ. എന്നാ പിന്നെ മമ്മിക്ക് ലേണേഴ്സും കൂടെ എടുക്കുവാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി സുഖമായിട്ട് ഓടിക്കാമല്ലോ. ഞാന് ദിവ്യയുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് വേണമല്ലേ മമ്മി? ഞാൻ കയറ്റി വെച്ചോളാം. പ്രാണിയൊക്കെ ഉണ്ടോ നോക്കിട്ടോ. മുള്ളു വേണ്ടവനെ. മുള്ളിൽ നിന്നാണ് ഇത്രയും നല്ല റോസാപ്പൂ. കഷ്ടപ്പാടുകളിൽ നിന്നാണ് നല്ല ജീവിതമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത്രയും മുള്ളുകള്, ദുർഘടം പിടിച്ച മുള്ളുകൾക്കിടയിൽ നിന്നാണ് ഇത്രയും നല്ല റോസാപ്പൂ ഉണ്ടായെന്ന് ഓർക്കണം. ജീവിതത്തിൽ അങ്ങനെ എല്ലാ ചെടികൾക്കും വേണ്ട. റോസാപ്പൂവിന് എത്രയും ഭംഗിയും മണമുള്ള വേറെ ഏതൊരു പൂവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് റോസാപ്പൂവാ. ഏറ്റവും ഇഷ്ടം റോസാപ്പൂവാണ്. പിള്ളേരെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിരുന്നല്ലോ, നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. ഞാൻ SLC പഠിച്ചപ്പോ എന്റെ സാർ, ഒരു കണക്ക് സാറ് പറഞ്ഞു തന്നാ, നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. അല്ല, എല്ലാരോടും ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ മടുത്ത് കഴിയുമ്പോൾ ഓർക്കും നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. എന്നാ നല്ല സുന്ദരമായിട്ട് പഠിച്ചു പാസ്സായി. അമ്മയുടെ SLCയുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ ഒന്ന് കാണിക്കുവാ. എടാ അന്നത്തെ വേണ്ട ഞാൻ വെറുതെ ചോദിച്ചാ ആ ടോപ്പിക് വിട്ടേരെ. ഞാൻ അടുത്ത എന്റെ ചോദിക്കും, പിന്നെ ദിവ്യയുടെ ചോദിക്കും. എന്തിനല്ലേ വെറുതെ? അന്നത്തെ കാലം 1979 ഞാൻ SLC പാസ്സായത്. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് പൊട്ടങ്കാട് വരെ ഒരു 5-6-7 കിലോമീറ്ററിലും കാണും. സ്ഥലപ്പേരും മമ്മിയുടെ പഠിത്തവും എല്ലാം കൂടെ വരുമ്പോ എന്തൊക്കെ മാറ്റം ഉണ്ടല്ലോ. അന്ന് എത്ര മാർക്കുണ്ടെന്ന് അറിയാവോടാ? ഞാൻ ഓർക്കുന്നില്ലടാ. ഞാൻ മാർക്കൊന്നുമില്ല, 329 മാർക്ക്. എത്ര? 1000-ലോ? 600-ല്. 600-ല് 329 പകുതി മാർക്ക്. ബാക്കി പകുതി അവിടെ പോയി. ബാക്കി അറിയടാ, ഞാനുണ്ടല്ലോ എന്നാ ആ സ്റ്റഡി ലീവിന്റെ സമയത്ത് മാത്രം പഠിച്ചതാ. എനിക്ക് പഠിക്കാൻ അറിയത്തില്ല, എങ്ങനെ പഠിക്കണമെന്ന് പോലും അറിയത്തില്ല. ആ പഠിപ്പിക്കാൻ അറിയില്ലാത്ത മമ്മിയാണ് പിള്ളേരെ പഠിപ്പിച്ച് പിള്ളേരെല്ലാം വഴിയാധാരായത്. അത് കഴിഞ്ഞൊക്കെ ഞാൻ നന്നായിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് TTC കിട്ടിയാൻ പോയി. അതെല്ലേ, മമ്മി ഡോക്ടർ ആകണ്ടായിരുന്നു. ഇനിയൊരു ജന്മോടെ ഡോക്ടർ ആകൂടെ? അതെല്ലേ. അങ്ങോട്ട് വന്ന് എല്ലാവരും കൂടെ വന്നേ. ഹായ്, ഐ ആം ബ്രിൻഡോ, മമ്മി ദിവ്യ. അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന ഇതുപോലത്തെ കുഞ്ഞു നമ്മുടെ കുടുംബത്തിലെ കൊച്ചു സന്തോഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബൈ ബൈ. ബൈ ബൈ. മഴ പെയ്യുന്നതുകൊണ്ടാട്ടോ പെട്ടെന്ന് പോകുന്നത്. പനി പിടിക്കണ്ട.